സൂരജ് യെസ്. അകത്തോട്ട് എന്നോളൂ. Hello, Suraj. Right? Yes, sir. Sorry for the delay. It's absolutely fine, sir. Please have a seat. അവിടെ അല്ല. സൂരജ് ഇപ്പോൾ ഫൈനൽ ഇയറല്ലേ പഠിക്കുന്നത്? Yes, sir. ദേവഗിരിയിൽ. Right. Before everything, Suraj, tell me, why this clinic? Like, വേറെയും ഓപ്ഷൻസ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞ സാർ, ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടുമെന്നൊന്നും കരുതിയില്ല. ബട്ട് ദർ ഈസ് നോ ഹാം ഇൻ അപ്ലൈയിങ്, റൈറ്റ്? As you know by now, we don't collect fee for internship from students. പഠിക്കാൻ വരുന്ന കുട്ടികളുടെ നിന്ന് ക്യാഷ് വാങ്ങാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സബ്ജക്റ്റിൽ താല്പര്യം വേണം. ദേ ഷുഡ് വില്ലിംഗ് ടു ലിസൺ ആൻഡ് ലേൺ. അത് ഉറപ്പുവരുത്താനായി വി യൂഷ്വലി ഹാവ് എ സ്മോൾ ടെസ്റ്റ് ടു. ആർ യു റെഡി? ബട്ട് സാർ, വാട്ട് കൈൻഡ് ഓഫ് ടെസ്റ്റ്, ഇഫ് ഐ മേ ആസ്ക്? ഇവിടെ വരുന്ന ഇന്റേൺസിനെ കൊണ്ട് കേസ് ഡിസ്കസ് ആൻഡ് ഡയഗ്നോസ് ചെയ്യിപ്പിക്കുന്നതാണ് പതിവ്. സോ ടെസ്റ്റും അത് തന്നെ. ഐ വിൽ ബി ഗിവിംഗ് യു എ ഫ്യൂ മോർ കേസസ് റാദർ പ്ലേയിങ് ദം ഔട്ട്. യു ജസ്റ്റ് ഹാവ് ടു ഡയഗ്നോസ് ദം. തൻ്റെ റെസ്പോൺസ് എന്നറിയാം. ഹെഡോ, താനിങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇന്റേൺഷിപ്പ്? തനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. നോ സ്ട്രെസ്. റെഡി? ഓക്കെ. യെസ് സർ. Sir, I am Radha. I am in my 40s now, and honestly, I have seen more than my fair share of mental issues in this time. But things are more confusing than ever right now. അപ്പോൾ സാർ, ഈ കേസിൽ No. Sir അല്ല. I am Radha. Patient, remember. അല്ല സാർ, അതപ്പോൾ എന്തിപ്പോ? ഞാനൊന്ന് അഭിനയിക്കട്ടോ? ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് അവസാനിച്ച് 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ജയനെ ഓൺലൈൻ മീറ്റ് ചെയ്യുന്നത്. ഓൺലൈനിൽ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി എൻ്റെ ഫാമിലി കുറച്ച് ടെൻസായി. മാത്രമല്ല, ജയൻ എന്നെക്കാൾ ഇളയതാണെങ്കിലും ഉണ്ടല്ലോ, പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത. പിന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ ഫെൽറ്റ് ഹിയർ ഈസ് സമൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് മീ. ഹി ഗെറ്റ്സ് മീ. So, we agreed to date for 5 or 6 months. അതിനുശേഷമാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇറ്റ്സ് ആഫ്റ്റർ വി ഗോട്ട് മാരിഡ് ദാറ്റ് തിങ്സ് ബിഗാൻ ടു ചേഞ്ച്. ഞാൻ അറിയുന്ന ജയനെയല്ല പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇറ്റ്സ് ലൈക്ക് ഹി ഹാസ് ദിസ് ഡാർക്ക് നോ എൻട്രി സോൺ വിത്തിൻ ഹിം. എനിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത. അപ്പോൾ രാധ, ഈ കല്യാണത്തിന് ശേഷമായിരുന്നു ജയനിൽ ഈ ചേഞ്ചസ് കണ്ടു തുടങ്ങിയത്? കല്യാണം അത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട്. ബട്ട് നൗ വി ബിക്കം ലൈക്ക് കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ്, ഡോക്ടർ. അപ്പോൾ ഈ വിഷയം ഹസ്ബൻഡിനോട് സംസാരിച്ചില്ലേ? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു, ലെറ്റ് ഹിം ടേക്ക് ഹിസ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് പറയാനൊക്കെ ഞാൻ ശ്രമിക്കും. പക്ഷെ ഹി ഡസൻറ്റ് ലൈക്ക് ഇറ്റ് എന്ന് എനിക്കറിയാം. ലൈക്ക് പെട്ടെന്ന് സൈലൻ്റായി പോവും. പിന്നെ ചിലപ്പോൾ തിരിഞ്ഞു പോയി കളയും. ലൈക്ക് 2 ദിവസമൊക്കെ ചിലപ്പോൾ കാണാതാവും. പക്ഷെ ഈ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൺ സംതിങ് ദാറ്റ് ഹാപ്പൻഡ്, ഐ ടെൽ യു ദാറ്റ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നേ. അപ്പം ഞാൻ പുള്ളിക്കാരൊന്ന് ഹാപ്പിയൊക്കെ ആയിക്കോട്ടെ, ഒരു സർപ്രൈസ് ആവാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് ഓർഡർ ദ കേക്ക് ആൻഡ് ദി എൻറ്റയർ വർക്ക്സ്. വൈകുന്നേരമായപ്പോൾ ആശാൻ വീട്ടിൽ വന്നു. ചുറ്റും ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് ഹി ജസ്റ്റ് വാക്ക്ഡ് ഔട്ട്. ഞങ്ങളെല്ലാവരും അവിടെ സ്റ്റണ്ടായിട്ട് ഇങ്ങനെ നിന്നേ. ഇന്നലെയാണ് ആശാൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം, ഡോക്ടർ. ഈ 2 ആഴ്ച ഈ മനുഷ്യൻ എന്ത് ചെയ്തു, എവിടെ പോയി, ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ രാധ,
ഈ സെലിബ്രേഷൻസിനോട് പൊതുവെ താല്പര്യം കുറവുള്ള ആളായിരുന്നു ജയൻ. അതല്ലേ യുനോ ഞങ്ങളുടെ ഡേറ്റിംഗ് ഫേസിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു മൈൽ സ്റ്റോൺസ് ലൈക്ക് ആദ്യം നമ്മൾ നേരിട്ട് കണ്ടത്, കൈകോർത്ത് പിടിച്ചത്, ആദ്യത്തെ ഉമ്മ, ഇതുപോലത്തെ എല്ലാം കാര്യങ്ങൾ ഒരു ഓർത്ത് ഒരു കുഞ്ഞു ഒക്കേഷനാക്കി മാറ്റുന്നത് ഈ ജയൻ തന്നെയായിരുന്നു. Did you confront him over the 2 weeks? Yeah, I had to. ആദ്യം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നേ, പിന്നെ ഞാൻ ഇത്തിരി കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് he gave me a look, cold rage. He just took 2-3 steps towards me, just grabbed hold of the sand, ഇങ്ങനെ തിരിച്ചിങ്ങനെ പിടിച്ചു. He told me, never interfere with me again. ഇത്രയും പറഞ്ഞ് walked out again. Never seen him like this before. Never. ഈ സെലിബ്രേഷൻ്റെ ടൈമിൽ ജയൻ ഒരു നല്ല മൂഡിലായിരുന്നു. No. Is he all right? No, I mean, see, doctor, it's normal for us at a working day to call each other 2 or 3 times a day. He was perfectly normal that day. രാധ, ജയൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഡസ് ഹി ഡു ഫോർ എ ലിവിങ്? അത് അടുത്ത കാര്യം. എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിരുന്നത് ഐ ഡു എ ബിസിനസ് കണക്റ്റഡ് വിത്ത് എ മെഡിക്കൽ പ്രൊഫഷൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ മേക്കിംഗ് ഇനഫ് ഫോർ ബോത്ത് ഓഫ് us, അത്ര അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെയും ഈ പറഞ്ഞ എൻട്രീസ്. ഓക്കെ രാധ, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ കുറച്ച് പേഴ്സണലായിരിക്കും. യുനോ ഇറ്റ്സ് എ സേഫ് പ്ലേസ്. അതൊക്കെ ഉത്തരം പറയാതിരിക്കാം ഇഫ് യു ആർ അൺകംഫോർട്ടബിൾ, ബട്ട് മാക്സിമം വി നീഡ് ആൻസേഴ്സ്. സോ രാധയും ഫസ്റ്റ് ഹസ്ബൻഡും നിങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ റീസൺ എന്താ? എൻ്റെ ഫസ്റ്റ് മാരേജ് ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഡോക്ടറെ, ദറ്റ് ഐ ഡു നോട്ട് വോണ്ട് ടു ഹാവ് ചിൽഡ്രൻ. ഇത് കേൾക്കുമ്പോഴത്തേക്കും പെണ്ണ് കാണാൻ വരുന്ന മിക്ക ആൾക്കാരും അപ്പം തന്നെ പുറത്തേക്ക് അങ്ങ് പോകും. അതെന്താ അങ്ങനെ തോന്നാൻ? കുട്ടികൾ വേണ്ടാന്ന്? I have never felt any great interest in children. അപ്പോൾ ഡു ഐ ഹാവ് ദിസ് ഇൻ മീ എന്നൊരു ഡൗട്ട് ഇരിക്കുന്ന ആ സമയത്താണ് എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ബെസ്റ്റി പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ സൂയിസൈഡ് ചെയ്യുന്നത്. അതോടെ ഡോക്ടറെ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഈ പണി പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെണ്ണ് കാണാൻ പിന്നെ ഇവർ പാർട്ടി വന്നത്. അവർ ഈ കണ്ടീഷൻ ഓക്കെ എന്ന് പറഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞു. അതോടുകൂടി പിന്നെയും തുടങ്ങി കുഞ്ഞിക്കാല് കാണണം എന്ന ഒരു അപേക്ഷ. പിന്നെ അത് ആജ്ഞയായി മാറി തുടങ്ങി. പിന്നെ അത് ഭീഷണിയായി മാറി. അവസാനം അത് സ്ലട്ട് ഷേമിങ്ങിൻ്റെ അവസ്ഥ എത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോന്നു. അല്ല ഡോക്ടറെ, ഞാൻ ആലോചിക്കാറുണ്ട്, അല്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ വിചാരിക്കുന്ന ഈ കുഞ്ഞിക്കാല് കണ്ടാൽ നമ്മുടെ മനസ്സങ്ങ് ഉരുകുന്നത്. ഇനി അഥവാ എൻ്റെ മനസ്സ് ഉരുകിയില്ലെങ്കിലോ? ഈ വന്ന കൊച്ചിനെ വന്ന വഴിക്ക് എനിക്ക് തിരിച്ചു പറഞ്ഞു വിടാൻ പറ്റും. അവിടെയാണ് ജയൻ മെയ്ഡ് ഓൾ ദി ഡിഫറൻസ് ഇൻ മൈ ലൈഫ്. ആ സമയത്താണ് ഓൺലൈൻ മീറ്റിംഗ്, ഞങ്ങളുടെ ഫസ്റ്റ് ഓൺലൈൻ മീറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഒരേ കാര്യം പറയുന്നത്, neither of us wants to be parents. സീരിയസ്ലി അവിടം തൊട്ടാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള അട്രാക്ഷൻ തുടങ്ങിയത്. ഓക്കെ രാധ, ഈ ജയനുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു പാഷനറ്റ് ഹണിമൂൺ ഫേസ് ഉണ്ടായിരുന്നു. Then we stopped making love, but we had sex with increasing intervals of silence. കക്ഷി മദ്യപിക്കുമായിരുന്നു? No, we had no such habits. ജയന് ഇപ്പോൾ ഉണ്ടായ ഔട്ട് ബ്രേക്ക് പോലെ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? ഇത്രയും സീരിയസ് ആയിട്ടൊന്നുമില്ല ഡോക്ടർ. രാധ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങളാണ് ജയനെ ട്രിഗർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്.
നമ്മൾ കല്യാണം കഴിച്ച ആ സമയത്ത് എനിക്ക് ഇനി എൻ്റെ വല്ല പോരായ്മ കൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത് തുറന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളോട് ഏതെങ്കിലും മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് തുറന്ന് സംസാരിക്കാനൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നേ. പക്ഷെ അത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വീണ്ടും പറയാൻ പോയിട്ടാണ് ഈ സംഭവം ഒന്നും ഉണ്ടാവുകയും ചെയ്തത്. രാജയ്ക്ക് ഇപ്പം എന്താ തോന്നുന്നത്? വാട്ട് ആർ യു ഫീലിംഗ് റൈറ്റ് നൗ? ഡോക്ടർ, എൻ്റെ ആദ്യത്തെ വിവാഹമോചന പൊളി. I've been working so hard on this one with Jane to make it work. ഇന്നലെ രാവിലെ ഒരു സംഭവം കൂടി ഉണ്ട്. ഓക്കെ പ്ലീസ് പറയൂ. അതൊക്കെ പറഞ്ഞാൽ മതി. Jane doesn't like animals. But I love them. ഇപ്പം നമ്മുടെ ഉമ്മറത്ത് എപ്പോഴും ഒരു പൂച്ചക്കുഞ്ഞ് വരുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ ഒരു സോസർ പാല് നിറച്ച് വെക്കും. ഇന്നലെയും അതുപോലെ ഞാൻ നിറച്ച് വെച്ചിട്ട് ഇതൊരു അത്യാവശ്യമായിട്ട് ഞാൻ കിച്ചണിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഉമ്മറത്ത് ഇങ്ങനെ ജയൻ നിൽക്കുന്ന കണ്ടു. എന്തിനും ഞാൻ തറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിയേർഡ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. ഞാൻ അവിടെ മുന്നോട്ട് പോയിട്ട് ഞാൻ എത്തി നോക്കുന്ന സമയത്ത് കാക്ടോസ് ലൈം കൊണ്ട് ഗ്രൗണ്ട് അത് മരണാസന്നമായിട്ട് ഇങ്ങനെ പെട്ടകയാണ്. ആ സോസറിൽ പാലുമില്ല. ഈ മനുഷ്യനാണെങ്കിൽ ഈ പൂച്ചക്കുട്ടീനെ ഇങ്ങനെ നോക്കിയത്. Didn't even realize that I'm standing there looking at him. അതോടുകൂടി ഡോക്ടർ, ഞാൻ സ്നേഹിച്ചിരുന്ന ജയൻ തിരിച്ചു വരുമെന്ന് എൻ്റെ ആഗ്രഹം ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ രാധ, വയലൻസ് ഇൻവോൾവ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇൻഫാക്ട് ഇനി ഇത് ആവർത്തിച്ച ഐ സജസ്റ്റ് യു ടു ലീവ്. However, by the looks of it, രാധയെ മാത്രമാണ് ജയൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുള്ളൂ. ലൈക്ക് ജയനെ പോലെ അത്ര സീക്രട്ടീവ് ആയിട്ടുള്ള ആളെ ട്രീറ്റ് ചെയ്യുക ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് പോസിബിൾ ആണ് രാധയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ. സോ ഐ സജസ്റ്റ് യു ടു കൺവിൻസ് ഹിം ആൻഡ് ബ്രിങ് ഹിം ഹിയർ. എന്നിട്ട് നമുക്കൊരു കപ്പിൾസ് തെറാപ്പി ആയിട്ടോ ഇൻഡിവിജ്വൽ സെക്ഷൻ ആയിട്ടോ ഒക്കെ എടുക്കാം. ഇത് സൂരജിൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ ആയിരുന്നല്ലേ? യെസ് സർ. ഡെഫിനറ്റ്ലി നോട്ട് എ ബാഡ് സ്റ്റാർട്ട്. പക്ഷെ തനിക്കൊരു ഇൻട്രോഗേറ്റീവ് ടോൺ ഉണ്ടായിരുന്നു, അത് മാറ്റിയെടുക്കണം. പേഷ്യൻസ് എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. ദാറ്റ്സ് എ ടോപ്പ് പ്രയോറിറ്റി. അണ്ടർസ്റ്റുഡ് സർ. സാർ, എനിക്ക് എവിടെ തുടങ്ങണമെന്നറിയില്ല. സർ, ഐ എം ക്ലാര. ഇവിടെ കടവന്ത്ര ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ ക്ലാര, ബി കൂൾ. പയ്യെ പറഞ്ഞാൽ മതി. യു നോ ഇറ്റ്സ് എ സേഫ് പ്ലേസ്. സർ, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ആരോടും സംസാരിച്ചിട്ടില്ല. മൈ ഇഷ്യൂസ്, മൈ ബോസ്, വർക്ക് ഓവർലോഡും സ്ട്രെസ്സും ലോങ് അവേഴ്സും ഒക്കെ ഏത് ജോബിൻ്റെയും പാർട്ടാണ്. അതിപ്പോൾ എവിടെ വർക്ക് ചെയ്താലും അങ്ങനെയൊക്കെ തന്നെ അവസ്ഥ. പക്ഷെ എൻ്റെ പ്രശ്നം അതിലൊക്കെ വലുതാണ്. മൈ ബോസ് ട്രീറ്റ്സ് മീ ലൈക്ക് എ മിസ്ട്രസ്. ഫിസിക്കലായിട്ടും സെക്ഷലായിട്ടും അയാൾ എന്നെ പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട്. ബട്ട് ക്ലാര, ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വൈ യു കണ്ടിന്യൂ ദ, ഐ മീൻ വേറെ സ്ഥലത്തും ജോലിക്ക് നോക്കിക്കൂടെ? അവിടെയാണ് സർ പ്രശ്നം. ദ കൺസ്ട്രക്ഷൻ കമ്പനി ഐ വർക്ക് ഫോർ ഇസ് മേനോൻ ആൻഡ് സൺസ്. എൻ്റെ ബോസ് അരവിന്ദ് മേനോൻ ഹിംസെൽഫ്. സാർക്കറിയാലോ അയാളുടെ ഇൻഫ്ലുവൻസിനെ പറ്റി. അയാൾ വിചാരിച്ച ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് എൻ്റെ ലൈഫ് ഇല്ലാതാവും. ക്ലാരയുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് സാർ നിൽക്കാറ്.
ക്ലാര മാരീഡാണ്? നോ നോ, തലയ്ക്ക് മീതെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ കല്യാണത്തിനൊക്കെ എവിടെ സാർ സമയം? അച്ഛൻ വർഷങ്ങളായി കിടപ്പില്ല, അമ്മയാണെങ്കിൽ ഒരു ഹൗസ് ഹെൽപ്പായിട്ട് വർക്ക് ചെയ്യുക. ഈ സിനിമയിലൊക്കെ കാണുന്ന ക്ലീഷേ സ്റ്റോറി ഇല്ലേ, അതാ എൻ്റെ ലൈഫ്. വീട്ടിലെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ജോലിയിൽ നിൽക്കാതെ ഓപ്ഷൻ ഇല്ല സാർ. ഓക്കെ, ക്ലാര എന്നിട്ട് ഈ സിറ്റുവേഷനെ കുറിച്ച് വീട്ടുകാരോട് സംസാരിച്ചില്ല? എവിടെ, ഞാൻ ചെയ്യുന്ന സഹായങ്ങൾക്ക് അയാൾ എനിക്കൊരു 15,000 20,000 ട്രാൻസ്ഫർ ചെയ്തു തരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് വീട്ടിൽ പറഞ്ഞാൽ അവർ എൻകറേജ് ചെയ്തെന്നവരെ വരും. അവർ നോക്കുമ്പോൾ അയാളുടെ മുന്നിലൊന്ന് താന്നു കൊടുത്താൽ കിട്ടുന്നത് ഞങ്ങൾക്ക് 1 മാസത്തേക്കുള്ള ക്യാഷാണ്. അവരെ കുറ്റം പറയാനും പറ്റില്ല, സിറ്റുവേഷൻ അങ്ങനെയാണ്. എങ്കിൽ ക്ലാരയ്ക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തൂടെ? ആ ബെസ്റ്റ്. സാറിന് അരവിന്ദ് മേനോൻ അറിയില്ലേ? DGP മന്ത്രിമാരും വരെ സ്പീഡായിട്ടുള്ള ആൾക്ക് പോലീസ് ഒരു ഇഷ്യൂ ആണോ സാർ? അവർക്കൊന്നും അയാളുടെ രോമത്തെ പോലും തൊടാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് അയാളുടെ മൂഡ് ഓരോ ദിവസം ഓരോ പോലെയാണ്. നല്ല മൂഡാണെങ്കിൽ സ്നേഹിച്ചു കൊല്ലും, ലവിങ് കെയറിങ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ മോശം മൂഡാണെങ്കിൽ ഞാനത് വ്യക്തിയേ ഇല്ലാത്ത പോലെയാണ്. എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ തന്നെ ദേഷ്യപ്പെടും. ദേഷ്യം പിടിച്ച പിന്നെ കാര്യം പോക്കാം. ഒരു രീതി നോക്കിയാൽ ഞാൻ അയാളുടെ ഒരു കളിപ്പാട്ടാണ്. അയാളുടെ സുപ്പീരിയോറിറ്റിയും പവറും കാണിക്കാൻ പറ്റിയ ഹീസ് ഹാപ്പി. ക്ലാരയുടെ ഡെയിലി റൊട്ടീൻസ് ഓർ ബോഡി ഫങ്ഷൻസിന് ഈ സിറ്റുവേഷൻ കാരണം വല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഹൗ ഇസ് സ്ലീപ്പ്, അപ്പിറ്റൈറ്റ്? അപ്പറ്റൈറ്റ് ചേഞ്ച് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ സ്ലീപ്പ് സാറ് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. എപ്പോഴും എനർജി ഇല്ല, ടയേർഡാ. എനിക്ക് ആരോട് സംസാരിക്കാൻ പോലും തോന്നാറില്ല. ഓഫീസിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. Clara, firstly, I'm really sorry for what you're going through. But as a professional, എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് ഈസ് ഇയാൾക്കെതിരെ കേസ് കൊടുക്കണം. പിന്നെ ക്ലാര, പൈസ എത്ര കിട്ടിയാലും അത് താൻ അനുഭവിച്ച ടോർച്ചറിന് പകരാവില്ലല്ലോ. പക്ഷേ സാർ, വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ? അതൊക്കെ നമുക്ക് ശരിയാക്കാടോ. ഐ ആം റിയലി ഗ്ലാഡ് ദാറ്റ് യു കെയിം ഫോർവേഡ് ക്ലാര. ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്ന് പറയാൻ നല്ല ധൈര്യം വേണം. പിന്നെ ഇവൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിന് വഴങ്ങാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ കാണുമല്ലോ. ഇൻഫാക്ട് തനിക്ക് വേണ്ടി ജോലി തപ്പാൻ ഞാൻ തന്നെ സഹായിക്കാറോ? നോട്ട് ബാഡ് സൂരജ്, നോട്ട് ബാഡ് അറ്റ് ഓൾ. ലാസ്റ്റ് ടൈം ഒരു ഇൻട്രോഗേഷൻ ആയിരുന്നു. യു ഫിക്സ്ഡ് ഇറ്റ്, യു ലിസൺഡ്, യു വെർ ഫ്രണ്ട്ലി. ഇൻഫാക്ട് യു വെർ എ ബിറ്റ് ടു ഫ്രണ്ട്ലി, ആൻഡ് ദാറ്റ്സ് ആൻ ഇഷ്യൂ ടു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ആർ പ്രൊഫഷണൽസ്. നെവർ ഗോ ഔട്ട് ഓഫ് യുവർ വേ ടു ഹെൽപ്പ് എ പേഷ്യൻ്റ് ഔട്ട്. The rules of confidentiality apply there as well. സാറിന് എന്തെങ്കിലും പേടി സ്വപ്നമുണ്ടോ? ഇല്ല, അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നുമില്ല. അല്ല, എനിക്ക് ഇന്ന് വരെ മാറാത്തൊരു പേടി സ്വപ്നമുണ്ട്. പണ്ടത്തെ കാര്യമാണ്. ദാറ്റ് ടു ബിക്കോസ് ഓഫ് സംബഡി ഐ ലുക്ക്ഡ് അപ്പ് ടു. ഞാൻ ഒരു 6th പഠിക്കുന്ന സമയം 11th ചേട്ടനുണ്ടായിരുന്നു. സ്പോർട്സിൽ ബെസ്റ്റ്, സ്റ്റഡീസിൽ ബെസ്റ്റ്. ഗേൾസിൻ്റെ ഇടയ്ക്കൊക്കെ പുള്ളി ഭയങ്കര പോപ്പുലറായിരുന്നു. സോ ഒബ്വിയസ്ലി ആ പ്രായത്തിൽ ഞാൻ പുള്ളി ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആ വർഷം ഓണം വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം പുള്ളിയുടെ കയ്യിൽ ഇവിടെ ഒരു കെട്ട് കണ്ട്. ആ പ്രായത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാവാം ഞാൻ എന്താ പറ്റിയേ, എങ്ങനെയാ പറ്റിയെന്ന് പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ച്. നമ്മുടെ സ്കൂളിൻ്റെ ആരും പോവാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, സ്കൂളിൻ്റെ ബാക്കിലാണ്. പുള്ളി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് ചോദിച്ച്, നിനക്ക് മുറു കാണണമെന്ന്. ഞാൻ വേണ്ടെന്ന് പുള്ളിയുടെ അടുത്ത് കുറേ തവണ പറഞ്ഞതാ. പുള്ളി അത് വക വച്ചില്ല. ആ കെട്ടൂരി ആ ബ്ലഡും ആ പസ്സും മുഖത്തോട്ട് കൊണ്ടുവന്നു. എനിക്കിപ്പോഴും എൻ്റെ മണം കിട്ടും.
ആയിട്ട്. ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം. തൻ്റെ പേരെന്തായിരുന്നു? ജേക്കബ്, ജേക്കബ് വർഗീസ്. സോ കുറച്ച് വെള്ളം കിട്ടും? ഓക്കെ, ഓഫ് കോഴ്സ്. ടെൻഷനാണ് കേട്ടോ, ബി കൂൾ. ടൈം എടുത്ത് പറഞ്ഞാൽ മതി. ജേക്കബ് കംഫർട്ടബിൾ അല്ലേ? I remember his face very vividly. ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും എക്സൈറ്റ്മെൻ്റൊക്കെ ആയിരുന്നു അവന്. സംതിങ് അബൌട്ട് ഹിം സ്കേർഡ് മീ ദാറ്റ് ഡേ. ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുമായിരുന്നു ഞാൻ. പെട്ടെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എപ്പോഴും പറയാറില്ലേ നിനക്ക് എന്നെ പോലെ ആവണമെന്ന്? ഇതുപോലൊരു മുറി ഞാൻ നിനക്ക് തരട്ടെ. എനിക്ക് മനസ്സിലായി അവ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ ജീവനം കൊണ്ട് ഓടി. പെട്ടെന്നൊരു കല്ല് വന്നിങ്ങനെ ബാക്കിൽ ഇടിച്ച് ഞാൻ വീണു. പുള്ളി വന്ന് ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം കുറെ കാലമായി സർ. ഓവർ ടൈം എല്ലാം പതുക്കെ പതുക്കെ ശരിയായി. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലല്ലോ. ഓവർ ടൈം ഐ ഗോട്ട് ബെറ്റർ, ഐ ഗോട്ട് മാരീഡ്. എല്ലാം പതുക്കെ നല്ല രീതിയിൽ പോവുമായിരുന്നു. ആൻഡ് ദാറ്റ്സ് വെൻ ഐ ഗോട്ട് ട്രാൻസ്ഫർ ടു കൊച്ചി. ഞാൻ താമസം മാറി വന്ന അതേ ഫ്ലാറ്റിൽ ഹി വാസ് ദെയർ. I met him quite unexpectedly. പുള്ളിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ റിലാക്സ്ഡ് ആയി. പുള്ളി ഇപ്പം എന്തുവാ മെഡിക്കൽ പ്രൊഫഷണലാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ആ ചിരിയും ആ എക്സൈറ്റ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഞാൻ കണ്ട്. പുള്ളിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആ പഴയ 6ാം ക്ലാസ്സുകാരനായി. ഒരാഴ്ചയായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. I can't let something that happened so long ago dictate my life now. I have to get it together. And so I am here. ജേക്കബ്, കേരളത്തിൽ നിലവിൽ 4 ഒരാൾക്കെങ്കിലുള്ള ഇഷ്യൂ ആണ് ഈ ചൈൽഡ്ഹുഡ് ട്രോമ. ജേക്കബിനുള്ളതും ആ സെയിം അവസ്ഥ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഡിഫൈൻഡ് ആണ്. എസ്പെഷ്യലി കൺസിഡറിങ് ഇറ്റ് ഹാപ്പൻഡ് എ ലോങ് ടൈം എഗോ. ഇങ്ങനത്തെ ഇഷ്യൂസ് അങ്ങനെ ഒറ്റ സെഷനിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പയ്യെ വേരോടെ അത് പറിച്ച് കളയണം. സോ ജേക്കബ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. You have already taken the first step, which is seeking professional help. നൗ ജേക്കബ്, ഇന്നത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് തരാം. ഈ സംഭവിച്ച ഇഷ്യൂസിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു ബുക്കിലോ പേപ്പറിലോ ഒക്കെ ഒന്ന് എഴുതണം. ഈ എഴുത്ത് അത്ര എളുപ്പമല്ല, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ? Good job, Suraj. You might actually turn out to be quite useful. താങ്ക് യു സാർ. Suraj, യെസ് സാർ. do you mind sitting on the other couch? I just need to stretch my back a bit. Please forgive me for my informal nature. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ സാർ. You know, doctor, I feel so lonely at times. Like, I love talking to people, but there is no one to listen to me. Especially in my field, helping clients out every single day. അവരോട് സംസാരിക്കുക, അവരുടെ ഇഷ്യൂസ് മനസ്സിലാക്കുക. To a large extent, it's physically and mentally draining me out. Oh, by the way, I'm Naveed.
Okay, what do you do, Navid? Well, consider me as a lawyer. I made people, people whose life are in shambles. ഞാൻ അവരുടെ ലൈഫിലേക്ക് ഒരു എന്താ പറയുക, ഒരു ഓർഡർ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് എൻ്റെ ജോലി. അപ്പം നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കുമല്ലോ. ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ അതെ, ബുദ്ധിമുട്ടാണ്. sometime I lie awake at night or I get heavily disturbed sleep. But I enjoy my job nonetheless. പിന്നെ വല്ലപ്പോഴും ഒരു ബ്രേക്ക് ഒക്കെ എടുത്താൽ തോന്നാറൊക്കെ ഉണ്ട്. ജസ്റ്റ് ടു സ്പെൻഡ് എ ക്വാളിറ്റി ടൈം വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ജസ്റ്റ് ടു ക്യാച്ച് അപ്പ് വിത്ത് ദം. പക്ഷേ അതെങ്ങനെ എടുക്കണം അതെനിക്കറിയത്തില്ല. യു സീ, when so many individuals are dependent on me and my service, how can I take a break? അത് കുറച്ച് സെൽഫിഷ് അല്ലേ? ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് മൈ ഫ്രണ്ട്സ് ആർ ഓൾവേസ് അവൈലബിൾ. ഓബ്വിയസ്ലി അവർക്ക് അവരുടേതായ ലൈഫുണ്ട്. ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്ന ഓട്ടത്തിൽ they just forgotten how to live, how to smile. ഇപ്പം നിങ്ങൾ ചോദിക്കും വാട്ട് അബൌട്ട് മൈ ഫാമിലി എന്ന്. സെയിം ഗോസ് വിത്ത് മൈ ഫാമിലി ടു. വീട്ടുകാരെല്ലാം കൂട്ടുകാരെല്ലാം എല്ലാം കണക്കാം. ഇനിയിപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് കയറി സംസാരിക്കാൻ പോയല്ലോ, they just shut me off saying that I only have to share this depressing things like suicide, murders and what not. എൻ്റെ ജോലി ഇതല്ലേ, എൻ്റെ ലൈഫ് ഇതല്ലേ. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ വേറെ ഏതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം? സ്വന്തം വീട്ടുകാരും കൂട്ടുകാരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ ആരും കേൾക്കും? സാർ കേൾക്കില്ല എനിക്ക് പറയാനുള്ളത്? തീർച്ചയായും പറയൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പ്ലീസ് കണ്ടിന്യൂ. സർ, as I was saying, I don't know how am I feeling. Like, ഒറ്റപ്പെടലാണോ എന്നൊക്കെ ചോദിച്ചാൽ അതെ, ഒറ്റപ്പെടലാണ്. അതേസമയം കൂട്ടുന്ന ആരെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചാലോ, അത് വേണ്ട തന്നെ. ഓരോ ദിവസം എനിക്ക് കേൾക്കേണ്ടി വരുന്ന പല പല കാര്യങ്ങളാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ what professionalism. And to add on something, sometimes my client confesses the most disturbing things. എനിക്ക് ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുമില്ല, ബിക്കോസ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. ഒന്ന് ഓർത്ത് നോക്കിയാൽ മൈ ജോബ് ഈസ് വെരി ക്വൈറ്റ് സിമിലർ ടു എ പ്രീസ്റ്റ് ഹിയറിംഗ് ഓൾ ദീസ് കൺഫെഷൻസ് ആണ്. അല്ലേ? പിന്നെ ചിലപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ തീർക്കുന്നത് മറ്റുള്ളവരുടെ മേത്തായിരിക്കും. But how can I explain the things when I took a vote to keep them very much confidential? ഞാൻ ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അതവർക്ക് മനസ്സിലാവാനേ പോകുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റ്, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അതും തെറ്റ്. Apparently this professional confidential doesn't matter in an informal setup. But that's senseless. Even if I do say something, ഇതാണോ റേച്ചൽ മാനേഴ്സ്? ഒരു മീറ്റിംഗ് ഉള്ളപ്പോൾ നോക്ക് ചെയ്തിട്ട് കയറണമെന്നറിയില്ലേ? സോറി സർ, അർജന്റ് ഡോക്യുമെന്റ് ആയത് കാരണം. അർജന്റായ മാനേഴ്സ് മറക്കോ? അങ്ങനെയാണോ? സോറി സർ. ഓക്കെ, വന്നതോ വന്നു. ഇത് ഞാൻ എങ്ങനെ സൈൻ ചെയ്യണമെന്ന് കൂടി പറഞ്ഞതാ. വേർ ഇസ് ദ പെൻ? 1 second, സോറി സർ. പെട്ടെന്ന് വന്നപ്പോൾ പെണ്ണെടുക്കാൻ മറന്നുപോയി. I just go get the pen. ഓ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ റേച്ചൽ? ഗോ grab the pen from the teapoy. സമയം കളയല്ലേ റേച്ചൽ. ആ പേന എടുക്ക. എൻ്റെ വേണ്ടി ചെയ്തോളൂ. No. These are the documents that you have to be signed with the greening. Rachel know that, doesn't she?
ഇനി ഇങ്ങനത്തെ സില്ലി മിസ്റ്റേക്സ് കാണിക്കല്ലേ റേച്ചൽ. ഇറ്റ്സ് റിയലി അൺപ്രൊഫഷണൽ ഓൺ അവർ എൻഡ്. നമ്മുടെ പേഷ്യൻറ്റും ഗസ്റ്റ് എന്താ ചിന്തിക്കുക? ആൻഡ് റേച്ചൽ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ. ബട്ട് നോക്ക് ഫസ്റ്റ്. എനിത്തിങ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഐ എം സോറി സാർ. ഐ വാസ് സെയിങ്, എൻ്റെ ജോലിയെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും അവർക്കത് മനസ്സിലാകാൻ പോകുന്നില്ല. പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി ഒത്തിരി പറയാം. സ്വന്തം കുടുംബത്തെ കൊല ചെയ്ത ആൾക്കാരെ പറ്റിയും അതിനെപ്പറ്റി ആലോചിച്ചവരെ പറ്റിയും വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാം. I can tell them about all the criminal confession I have heard. But then, it's a crime, isn't it? Plus, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൂടി ആലോചിച്ച് നോക്കണം. I'm an advocate. I'm a doctor. A priest. Sometimes even Mishika. Who shows the right path? ഒരാൾക്ക് ഇത്രയധികം ചെയ്യാനുള്ളപ്പോൾ ഒരു ഓവർവെൽംഡ് ഫീലിംഗ് നാച്ചുറലാണ്. ഇറ്റ്സ് ലൈക്ക് എ പാരഡോക്സ്. എല്ലാവരും അവരവരുടെ കഥകൾ എന്നോട് പറയും. എന്നാൽ എൻ്റെ കഥ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. എന്നെ എന്താ മനുഷ്യനായിട്ട് കാണുന്നില്ലേ? എനിക്കെന്താ വികാരങ്ങൾ വരില്ലേ? അതോ എനിക്ക് വികാരങ്ങൾ വരാൻ പാടില്ലേ? അല്ല, സാറൊന്നും പറഞ്ഞില്ല. ഇതിപ്പം ഞാൻ മാത്രം നോൺ സ്റ്റോപ്പായി. ഞാൻ ബാക്കി പറഞ്ഞതിന് മുമ്പ് സാർ പറ. വാട്ട് യു തിങ്ക്? വാട്ട് ഈസ് ഇൻ യുവർ ഹെഡ്? ഐ വിൽ ടേക്ക് എ സ്മോൾ ബ്രേക്ക്. No. I will pick it up. You think what to say? അല്ല, സാറൊന്നും പറഞ്ഞില്ല. സാറിനൊന്നും പറയാനില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് സാറ് കേൾക്കണം. യു പ്രോമിസ് മീ. ഐ ഓൾമോസ്റ്റ് ഡൺ. ലിസൺ പ്ലീസ്. എനിക്ക് പറയാനുള്ളത് സാർ ഒന്നുകൂടെ കേൾക്കണം. ഇവാൻ സാറേ, ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. Never go out of your way to help a patient out.